നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ടൊന്നല്ല, ഇങ്ങനെ ഈ കിടന്നത് കുറേ നേരം കിടന്നു. ഭയങ്കര തലവേദനയായിരുന്നു. ഈ ഫോണിൽ നോട്ടം കൂടിയിട്ടൊക്കെ തോന്നുന്നു. കണ്ണും തലയൊക്കെ നല്ല വേദന. അപ്പം അങ്ങനെ കിടന്നു. പിന്നെ എഡിറ്റിങ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഈ ഫോണിൽ തന്നെ അല്ലേ, അതുകൊണ്ടാണ് തോന്നണം. അപ്പം എന്തായാലും നമ്മളിന്ന് ഈവനിങ് വ്ളോഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. പൂജിറ്റി വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നു. കണ്ട ഇവിടെയൊക്കെ ഡോറുമ്പൊക്കെ ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഉണക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ജനലിലും അവിടെ ഇവിടെയൊക്കെ കൂടുന്നുണ്ട്. അപ്പം ഇനി ഇവർക്ക് ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. എന്താ ചോദിക്കും പൂജ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഗായ്സ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സെയിം സാധനം ഇഡ്ഡലി മസാലയാണ്. അപ്പോൾ ഇതാണെന്ന് നമ്മുടെ 4 മണി ചായ. ഇത് നല്ല ഫില്ലാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫില്ലാവും പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയാണല്ലോ. പിന്നെ അതല്ല എളുപ്പം ചെയ്യാൻ അതിന് വേറൊരു കറിയുടെ ആവശ്യമില്ല. ദൈവമേ, നമ്മൾ ഫുഡ് കളയരുത്. കളയേ ഞാനോ വിശക്കുണ്ടോ? തോനെ വേണോ? ഇനി വേണമെന്നുണ്ടെങ്കിൽ തരും. എന്തതില്ല കഴിക്കാം. അധികം നമ്മളൊന്നും പറയുന്നില്ല. ചമ്മന്തി ഇതിനായിട്ടില്ല, ഞാൻ രാവിലെ അരച്ചതിന്റെ ആണ് കേട്ടോ. ഇതിന്റെ ചമ്മന്തിക്കൊന്നും ആവശ്യമില്ല. ശരിക്കും മിക്കും വേണം. വെറുതെ കളയണ്ടല്ലോ. അവിടെ മാട്ട ചമ്മന്തി അല്ല അത്. കുഴപ്പമില്ല. നമ്മള് ചായ കുടിക്കാം ഗൈസ്. ഇവിടെ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കണം. ഇതിന്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കയറി ഒന്ന് കാണണം കേട്ടോ. ഇതിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. വൈകുന്നേരം വരെ എല്ലാവരും കൂടെ വന്നിട്ട് ചായ കുടിക്കാന്ന് പറയുന്നത് നല്ല രസമുള്ള കാര്യം. ഇതിൻ്റെ മുന്നേ ഞാനൊരു ചായ കുടിക്കും കേട്ടോ. എനിക്ക് നല്ലോണം വിശക്കുകയാണെങ്കിൽ പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ പറയും. പൂജിട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും. കണ്ണക്കുട്ടി ഇങ്ങനെ മൂഡ് തോന്നുമ്പോൾ അവൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പറയുകയും ചെയ്യും. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എന്നത്തെയും പോലെ ഇത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. നമുക്കിനി കർക്കിടക സംക്രാന്തി ആയിട്ടില്ലേ, 1 മുതൽ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി മാറാല തട്ടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിൽ റേക്കില്ലേ, നമ്മൾ പൊടിയൊക്കെ വെക്കുന്ന റേക്ക്, അതൊക്കെ ഒന്ന് ഒരു പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒന്ന് റെഡി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട് കർക്കിടക സംക്രാന്തി പ്രമാണിച്ചിട്ട്. അത് കുപ്പിയും പാട്ടയൊക്കെ നമുക്ക് കഴുകി ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇനി മാറാലും കാര്യങ്ങളൊന്നും തട്ടില്ല എന്ന് വിചാരിച്ചു കേട്ടോ. ഏതായാലും ഒറ്റയടിക്ക് ഒരു കാര്യം ചെയ്യണമല്ലോ. അപ്പോൾ അടുത്ത ആഴ്ചക്കായിട്ട് നമുക്കതങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നമ്മുടെ സ്റ്റോർ റൂമായിരുന്നു ആകെ അംഗകലാശമായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മിനിഞ്ഞാന്ന് മുതൽ അങ്ങോട്ട് റെഡിയാക്കി ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈക്കിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല വൃത്തിമേനായിട്ട് കണൻകുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അത് അങ്ങോട്ട് റെഡിയായി. ഇനിയുള്ള ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾക്ക് ശനി ഞായറൊക്കെ ആയിട്ട് മെല്ലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൊലായി ഇപ്പോൾ അങ്ങനെ അടിച്ചിടുക കേട്ടോ ചെയ്യുക. വെള്ളം നല്ലോണം അങ്ങനെ കുത്തി ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചിടുകയാണ് ചെയ്യുക കേട്ടോ. തുടയ്ക്കണേക്കാട്ടിലും നല്ലത് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. അവിടെയൊക്കെ കുഞ്ഞു നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കണ്ണൻകുട്ടിയാണ് വിളക്ക് വയ്ക്കുന്ന ആൾ കേട്ടോ. പൂജിട്ടിട്ട് കുളിയാനും മേലെ കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൻകുട്ടി അങ്ങോട്ട് വിളക്ക് കൊളുത്താൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. ഇവനാകുമ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നേരം നാമം ചൊല്ലിക്കോളും. ഞങ്ങളൊക്കെ ചെറുതിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഈ പ്രായത്തിലൊന്നല്ല, അതിലേക്കാളും കുറച്ച് കുഞ്ഞു പ്രായത്തിലൊക്കെ നാമം ചൊല്ലിയിട്ടാണ് അമ്മ ഞങ്ങൾക്ക് ഫുഡ് തരുള്ളൂ. നാമം ചൊല്ലണതിന് മുന്നേ തരില്ല, അതുപോലെ വിളക്ക് വെക്കുന്നതിന് മുന്നേയും തരില്ല. ഹിരണ്യനെ കൊല്ലണ സമയമാണ്. ആ സമയത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വിഷമാണെന്ന് പറഞ്ഞിട്ട് ത്രിസന്ധ്യ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഫുഡ് തരില്ല കേട്ടോ. അപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് കളി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പ്. അങ്ങനെ വിശന്നിട്ട് അങ്ങോട്ട് പൊരിയാണെന്ന് കണ്ടാലും ആ ടൈം കഴിയാണ്ട് ഫുഡ് തരേണ്ടായിരുന്നില്ല. അപ്പോൾ വിളക്ക് വെച്ചു. കണക്കുട്ടി കേട്ടോ ഒന്ന് വിളക്ക് വെച്ചത്. പൂജിട്ട് മേല് കഴുകണുള്ളൂ. ഞാൻ മേല് കഴുകി. എൻ്റെ മേല് കഴുകൽ കഴിഞ്ഞു. ഇനി നമുക്ക് നൈറ്റ് ഫുഡ് കറി ഒന്നും വലിയ കാര്യമായിട്ട്. അപ്പോൾ നമുക്ക് രാത്രി നെയ്യിൽ തട്ടിക്കൂട്ടി വെക്കണം. അപ്പോൾ അവർ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കണില്ല. അവരിരുന്ന് പഠിക്കട്ടെ. നമ്മൾ ഫോണും കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലെന്ന് പിള്ളേരെ പഠിത്തമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ 1/2 കിലോൻ്റെ റൈസ് നമ്മൾ ഒന്ന് ചിക്കൻ കൊടുത്തപ്പോൾ കുക്കർ ബിരിയാണി വെക്കണം എന്ന് വിചാരിച്ചത്. ആ ചിക്കൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബിരിയാണി വയ്ക്കൽ നടന്നില്ല. നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിലേക്കുള്ള എല്ലാ വട്ടങ്ങളൊന്നും ഇല്ല, ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം.
അപ്പൊ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഇത് കാണിച്ചു പറഞ്ഞ നെയ്യ് ഒഴിച്ചു. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയോടെ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണ പെട്ടെന്ന് ഒഴിച്ചിട്ട് കൂടണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലാക്കിയതാ വില കൊണ്ട്. ഓക്കെ, ഇത്രയും വെളിച്ചെണ്ണ. എന്നിട്ട് ഫസ്റ്റിലെ നമുക്ക് അതിനകത്തേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇട്ടു. സവാള അരിഞ്ഞത് ഇതൊക്കെയാട്ടോ നമുക്ക് വേണ്ടത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, വേപ്പില, മല്ലിച്ചപ്പ്, പുതിനൊക്കെ വേണ്ട. നമ്മുടെ കയ്യിൽ ഇല്ല. മല്ലിച്ചപ്പില്ല കഴിഞ്ഞു. ഇവിടെ ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവുള്ളത് ആവശ്യം നേരത്തെ ഉണ്ടാവില്ല. ഈ സവാള ഇട്ട് കൊടുത്തു. ഇതൊന്ന് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവട്ടെ കേട്ടോ. ഉപ്പ് ലേശം ഇട്ട് കൊടുക്കാം. ഇപ്പം കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ ലാസ്റ്റ് പാകം നോക്കിയിട്ട് വേറെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വേപ്പില, ഇതൊന്നും കൂടെ മൂക്കട്ടെ കേട്ടോ. അല്ല, അത് പച്ചമുളക്, തക്കാളി കേട്ടോ. തക്കാളി, ഈ തക്കാളി ഒന്ന് നല്ല വെന്തോടാൻ കേട്ടോ. വേവട്ടെ. ഇനിയിപ്പോൾ അത് അവിടെ ഒരു വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അരിഞ്ഞു വയ്ക്കുന്ന ആ മുട്ടയില്ലേ, അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചേ. നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി. മുളക് പൊടി കൂടണ നല്ല എരിവാ. പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി വേവിക്കും. ഒരു പാത്രമാണ് കേട്ടോ റൈസുള്ള. ഒരു പാത്രം ഫുള്ളില്ല, അപ്പം അതിന് അനുസരിച്ച് ഒരൊറ്റ ബൗള് വെള്ളം. ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം അതൊഴിച്ചു. ഉപ്പ് നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം, കുറവുണ്ടായിരിക്കും. ഇപ്പം നോക്കാം നമുക്ക് ഉപ്പുണ്ടോന്ന് കേട്ടോ. മല്ലിച്ചപ്പും പുതിനയും കൂടെ കിട്ടണമായിരുന്നു. ഉപ്പ് കുറവാ. വേണമെങ്കിൽ നമുക്ക് മണി പ്ലാന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മണി പ്ലാന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുക്കണില്ല, എന്തിനാ കേട്ടില്ല. മണി പ്ലാന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപ്പിന്റെ കുറവുണ്ട്. നോക്കി ഉപ്പ് ഒന്നിട്ട് കളയട്ടെ. റൈസ് ഇടാണേ. മൊത്തം വടിച്ചിട്ടുണ്ട്. രാവിലെ ചിലപ്പോൾ അത് കഴിക്കേണ്ടി വരും ബാക്കിയുണ്ടെങ്കിൽ. ബാക്കി ഉണ്ടാക്കൂല. ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ബാക്കി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കറടക്കി. അയ്യോ ചൂടുണ്ടല്ലോ, നോക്കൂട്ടോ. ഇനി വിസിൽ വരട്ടെ കേട്ടോ. ഒരൊറ്റ വിസില്. എന്നിട്ട് പിന്നെ അതിന്റെ പ്രഷർ കഴിയോളം അങ്ങനെ വെക്കുക. ഇത് തുറന്നു നോക്കിയാൽ സെറ്റായിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കാം. മതി. ഒരു വിസിൽ വന്നിട്ട് ഒരു 10-20 മിനിറ്റ് ആവാറായിട്ടോ. വിസിൽ വന്നതിന് ശേഷം ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് മക്കളെ. ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ഒന്നും എനിക്കറിയണം. അതെ, സൂപ്പർ. കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല. സൂപ്പറാ. കഴിച്ചോട്ടെ കേട്ടോ. വെന്തണോ? അടിപൊളി. ബിരിയാണി തന്നെ. ബിരിയാണി നമുക്ക് ചൂടോടെ കഴിക്കാം. വേറെ ഒന്നും സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടില്ല. അതിന് ചൂടാണ്. അച്ചാറുണ്ട്. അച്ചാറില്ല, തീർന്നല്ല. വിളമ്പാ
എനിക്കിന്ന് വലിയൊരു മൂഡില്ലാത്ത ദിവസമാണ് കേട്ടോ. എന്താ വെച്ചാൽ പീരീഡ് ടൈമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പെയിനും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട്. ആ ഒരു വട്ടിളകി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ്. ചോറ് ഇപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് എന്നും ഈ പരിപ്പും മുരിങ്ങയും കാര്യങ്ങൾ തന്നെ അല്ലേന്ന് വിചാരിച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊന്നും ഇടാൻ വേണ്ടിയിട്ടൊക്കെ മിസ്സായിട്ടുണ്ട്, എന്നാലും അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. കുക്കർ ബിരിയാണിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി ഒക്കെ. പക്ഷേ ഇങ്ങനെ ഒരു റൈസ് ആദ്യമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ കഴിച്ചു കൂട്ടാം. എന്താ വെച്ചാൽ അവർ കഴിക്കുന്ന സമയത്ത് എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സംസാരിക്കാൻ നിന്നിട്ട് പിന്നെ നേരം വൈകി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് കഴിച്ചേ. എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 3 ആളുടെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു 2-3 മേലുകളുടെയും പിന്നെ നമ്മൾ ഒരു വീഡിയോയുടെ അന്ന് 2 വീഡിയോ ഒക്കെ നമ്മൾ 2-3 ഷോർട്സ് ഒക്കെ എടുക്കണേ കൊണ്ട് ഒരു ഡ്രസ്സ് തന്നെ എല്ലാത്തിലും ഇടില്ലല്ലോ. അപ്പോൾ മുഷിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഞാൻ തിരുമ്പിയിട്ടിട്ട് അങ്ങനെ എൻ്റെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് മടക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇത് കുന്നോളം കൂടും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കേട്ടോ. പിന്നെ മടിയായിരിക്കും, അയ്യോ ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് ഉള്ള സമയം കൊണ്ട് ഞാനത് അങ്ങോട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെയാണ് വെക്കുക. നമുക്ക് അലമാര ഒരെണ്ണാണ്, അതിൽ നമ്മൾ നല്ല ഡ്രസ്സുകളൊക്കെ വെക്കും. എല്ലാവരുടെയും കൂടെ അതിനകത്ത് ഇങ്ങനെ കുത്തിക്കൊള്ളിച്ചിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഡെയിലി യൂസിനും പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടും അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്ന വേഗം പോയിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനാട്ടോ. അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും. ടാറ്റ ബൈ ബൈ, സീ യു.